അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളും. നമ്മുടെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ പ്രിയാമണിയോട് മാഷ് ഇങ്ങനെ പറയുകയാണ്, കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്നിടത്താണ് എപ്പിസോഡ് തുടങ്ങുന്നത്. അതിനുശേഷം നമ്മുടെ മഹേഷ് ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ ഇഷിതയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇഷിതയുടെ അടുത്ത് വന്ന് ഇഷിത റൂമിൽ വന്നിട്ട് പുതിയ ഷർട്ടൊക്കെ എടുത്തു വയ്ക്കുന്നു. അങ്ങനെ മഹേഷ് അവിടെ നിന്ന് ഞാനിങ്ങനെ ഡൽഹിക്ക് പോകുക എന്നൊക്കെ പറയുന്നു, നാളെ തിരിച്ചു വരത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും ഇഷിതയെ കാണുന്നില്ല. അങ്ങനെ ബെഡിൽ നോക്കുമ്പോൾ ഒരു ഷർട്ട് ഇരിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കാൻ അവർക്ക് സമയമില്ല, പിന്നെ അവളുടെ അടുത്ത് വെച്ച് ഷർട്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് പഴയ ഷർട്ട് തന്നെ ഇട്ടിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്വപ്നവല്ലി രാമനും വരുന്നു. മോനെ ഇതെന്താ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്, നീ അല്ലേടി പറഞ്ഞ പുതിയ ഷർട്ട് കൊടുത്തത്? അപ്പോൾ പറഞ്ഞു, ഞാൻ എടുത്തു കൊടുത്തിരുന്നു, ഒരാൾക്കത് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ആരും നിർബന്ധിച്ചാലേ എങ്ങനെ ഇടാനാ എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ മഹേഷ് പറയും, ഞാനിതൊരു തവണ ഇട്ടിട്ടുള്ളൂ, എനിക്കിത് ഇഷ്ടമാണെന്ന് പറയും. അങ്ങനെ നീ എന്നാ വരുന്നതെന്ന് ചോദിക്കുന്നു, നാളെ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ സ്വപ്നവല്ലി ചോദിക്കുന്നുണ്ട്, നിങ്ങളപ്പം മിണ്ടാട്ടമൊന്നും ഇല്ലേന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇഷിത റൂമിൻ്റെ അകത്തേക്ക് പോകുന്നു. അപ്പോൾ രാമൻ മനസ്സിൽ പറയുന്നു, ദൈവമേ ചിപ്പിമോള് പറഞ്ഞത് കറക്റ്റ് ആകുകയാണല്ലോ, ഇവരുടെ ജീവിതം എന്താകും എന്നോർത്ത് വിഷമിക്കുകയാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഇഷിതയാണെങ്കിൽ വിനോദിനെ കാണാൻ പോകുന്നു. അങ്ങനെ വിനോദിനെ കണ്ട് സംസാരിക്കുന്നു. അപ്പോൾ വിനോദ് പറയുന്നു, ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സുചിത്രയെ മറക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യും, അവളുടെ അഭിപ്രായം കൂടെ ചോദിക്കാൻ പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വപ്നവല്ലിയോട് വിനോദ് നന്നായിട്ട് കയറുകയാണ്. ഞങ്ങളുടെ കല്യാണം നടത്തി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നു, ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ വിനോദ് പറയുന്നു, നിങ്ങളാരും നടത്തിയില്ലെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിക്കും, പക്ഷേ ഈ വീട്ടിലേക്ക് വരത്തില്ല, നിങ്ങളുടെ മകൻ മരിച്ചു എന്ന് വിചാരിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നമ്മുടെ വിനോദ് അങ്ങ് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ പിന്നീട് അതിൻ്റെ ബാക്കി നമ്മുടെ ഇഷിതയ്ക്കും സ്വപ്നവല്ലി കൊടുക്കുകയാണ്. നീ കാരണമാണ്, നീ എന്തിനാ വിളിച്ചുകൊണ്ട് വന്നത് എൻ്റെ മകനെ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അതിനുശേഷം ഇഷിത നമ്മുടെ സുചിത്രയുടെ അടുത്തേക്ക് പോകുന്നു, സുചിത്രയെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ സുചിത്രയോട് പറയുന്നു, നീ വിനോദ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സുചിത്ര പറഞ്ഞു, ഇല്ല ചേച്ചി, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരിതിന് നിൽക്കത്തില്ല, കാരണം ഞാനിത് സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കല്യാണമൊന്നും നടക്കത്തില്ല, ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പോൾ ഇഷിത പറയുന്നു, മോളെ വിഷമിക്കേണ്ട, ഇതിനെല്ലാം ഒരു അവസാനമുണ്ട്, അവസാനം നിനക്ക് വിനോദിനെ കിട്ടും എന്നുള്ള രീതിയിൽ പറയുന്നു. കൈലാസിൻ്റെ കള്ളത്തരം നമുക്ക് പൊളിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ നല്ല അടിപൊളി എപ്പിസോഡാണ്. നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ആഷുവിന് മനസ്സുരയുടെ വീടൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആഷു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ എന്തോ കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ സമയത്താണ് മാധവും ആഷുവും സംസാരിക്കുന്നത്. അപ്പോൾ ഈ കൈലാസിൻ്റെ കാര്യം എടുത്തിടുകയാണ്. അപ്പോൾ ആഷു ചോദിക്കുന്നത്, മാധവൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഫോട്ടോ കാണിക്കുമ്പോൾ കൈലാസാണെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ പറയുന്നു, ഇത് ആ കൈലാസാണെന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കുന്ന മഞ്ജുമേച്ചിയുടെ ഭർത്താവ് ഇഷിതയുടെ ഭർത്താവിൻ്റെ അനിയത്തിയാണെന്നുള്ള കാര്യം പറയുകയാണ്. അപ്പം തന്നെ അവിടെ പൊളിഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇവർ പ്ലാൻ ചെയ്യുകയാണ്, ഇങ്ങനെ വരണം അവിടെയെന്ന്. അപ്പോൾ ഇഷിതേനെയും പോയി കണ്ട് ആഷു എല്ലാ കാര്യങ്ങളും പറയുന്നു. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ അവിടെ വരുന്നു. ആ സമയത്ത് ആഷു ഇറങ്ങുമ്പോൾ ലയ കാണുകയാണ്. അങ്ങനെ ലയ ചെന്ന് നാട്ടുകാരുടെ മുമ്പിൽ നമ്മുടെ ഇഷിതയെ നാണം കെടുത്തുകയാണ്. ഇവള് കുഞ്ഞിനെ കൊല്ലുന്നവളാണ്, അങ്ങനെ ഇവളെല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലും എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രശ്നമാക്കുന്ന സമയത്ത് നമ്മുടെ മാധവ് പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് കൈലാസിൻ്റെ അടുത്ത് ചെന്ന് നല്ല അടിപൊളി ഒരു എപ്പിസോഡാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.